അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് അങ്ങോട്ട് ഇൻട്രോ തെറ്റിയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇത്രയൊക്കെ മതി. ഇത് ഈ ആളെ കാണിച്ചതെന്നുള്ള പരാതി വേണ്ട ഇവൾക്ക് കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും സൈക്കിൾ. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങൾ തയ്പ്പിച്ചതാണ്. ഞങ്ങൾക്ക് 3 പേർക്കും സെയിം പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള ഇതുപോലെ വന്നിട്ട് ഇവൾക്ക് വേറൊരു തരം ഡ്രസ്സാണ് ഇത്, ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ്. ഇനി നമുക്കിനി എന്തായാലും ഒരുങ്ങാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പിന്നെ ഇതിന് സംഭവങ്ങൾ ഇത്തിരി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണികൾ. യെസ്, അപ്പോൾ ആദ്യം ഇത് എൻ്റെ റൂളാണ് ഫൗണ്ടേഷൻ ഇടാനുള്ളത്. കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഒരു കമ്മലാട്ടോ ഫസ്റ്റ് ഉള്ളത്. ഞാനും അത് തന്നെ ഇടുന്നത്. അല്ല, ഞാൻ ഐഷ. ഇതൊന്നും മാറ്റും. മതി മതി, നീ ഒന്നും ഇടണ്ട. ഫൗണ്ടേഷൻ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി എല്ലാവരും ഒന്ന് ഫൗണ്ടേഷൻ ഒക്കെ ഇടും കേട്ടോ. ഇനി നമുക്കിത് എന്തായാലും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. ഞാൻ ഇതാട്ടോ ഈ ഒരു ഇതാട്ടോ പറഞ്ഞത് HBയുടെ ആണ് കൺസീലർ ആട്ടോ ഞാൻ. അപ്പോൾ ഇതേ ഇനി നമ്മളിതേ ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കണ്ണാടി ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് പോകുന്നത്. ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഓരോരോ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ്. ഐഷയുടെ ബ്യൂട്ടി ബ്ലെൻഡർ ഇത് ഐഷയുടെ, ഇതെൻ്റെ ഭായയുടെ. ഫൗണ്ടേഷനോടെ ഇനി അടുത്തതായിട്ട് ക്രീം, എന്താ പറയുക, കൺസീലർ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കൺസീലർ ഇടാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. വെയിറ്റ്, കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണ്ടേ അല്ലേ? ഇങ്ങനത്തെ കൺസീലർ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് കൺസീലറുകൾ ഉണ്ട്. പക്ഷേ നമുക്ക് കൺസീലർ ഞങ്ങൾ ഇടുന്നില്ല, മുഖത്ത് കുരു വരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ 3 സംഭവങ്ങളും കൺസീലർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇടുന്നില്ല. കുറച്ച് ഇടാം, ഞാൻ ഇടുന്നില്ല ഇത്. അതുകൊണ്ട് ഇത് ഞാനിത് എടുത്തു വെക്കുകയാണ്. ഇത് ഞാൻ ഇടുന്നില്ല. കൺസീലറുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരു വരുമെന്നുള്ള ഒരു അഭിപ്രായവും ഞങ്ങൾ ഇപ്പം തന്നെ ഇടണ്ട എന്നുള്ള ഒരു ഇതും കൂടി ഞങ്ങൾക്ക് ഉമ്മാമാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. പക്ഷെ കുറച്ചിടും, കാരണം കല്യാണമൊക്കെ അല്ലേ, കുറച്ചിടാതെ എങ്ങനെയാണ്. കുറച്ചെടുക്കുന്നുണ്ട്. ഉള്ള റിക്വസ്റ്റ് ഇതാക്കണം, പക്ഷെ എന്നാലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഞങ്ങൾ സ്വീകരിക്കും. പിന്നെ ഞങ്ങൾ ലൈവിലൊന്നും ഇടുന്നില്ല. റീസൺ വെച്ചാൽ ലൈവ് ഒന്നും വേണ്ട. പിന്നെ വന്നിട്ടുള്ളത് പിന്നെ പോടി പട്ടിയെന്ന് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട ആളുകളോട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ ഞങ്ങളെ തളർത്താൻ നോക്കിയാലും ഞങ്ങൾ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഒരാളെ നമ്മുടെ ഏതാണ്ട് ഒരു ഷോർട്സിൽ പോടി പട്ടി വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 കമന്റ് പുറത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങളെ തളർത്താമെന്ന് നോക്കില്ല, അതാരാണെങ്കിലും ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ കൺസീലർ ഇനി അടുത്തത് നമുക്കൊന്ന് പുരികം ചെയ്താലോ? എന്ത് ത്രെഡൊന്നും ചെയ്യാനല്ല, എൻ്റെ പൊന്നേടെ ഈ സംഭവം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കണ്ണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഐ ബ്രൗൺ ആക്കാം ചെറുതായിട്ട്.
ചെറുതായിട്ട് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. ബ്രൗൺ ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്കൊന്ന് ശരിയാക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ട്. ബ്ലഷ് നോക്കി. ഇനി നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടൊന്ന് പുരികം. ഇനി ഇതിൽ നിന്നാണ് ഞാൻ ബ്ലഷ് ഇടുന്നത്. ഇത് ആമിനയുടെ മേക്കപ്പ് സെറ്റ് ആണ്. ആമിനയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതായതുകൊണ്ട് പിരികം നന്നായിട്ട് ഒരു ട്യൂട്ടോറിയൽ മേക്കപ്പ് ഒക്കെ പോലെ. ഇപ്പം ഇങ്ങനെയുണ്ട്, രണ്ട് പിരിക്കും ഒരുപോലെ ആയില്ലേ. ഇനി അടുത്തതായി പൗഡർ ഒക്കെ ബ്ലെൻഡ് ചെയ്യാൻ വരുന്ന ബ്രഷാണ്. പിന്നെ കുറേ ബ്രഷുകളുണ്ട്, ലിപ്സ്റ്റിക്കിൻ്റെ, ഐ ഷാഡോൻ്റെ, പിന്നെ ഇതിൻ്റെ. ഒന്നും കൂടി നമുക്ക് ഈ പിരികം ഒന്ന് ശരിയാക്കാം. കാരണം എനിക്കെന്തോ ബ്ലഷിൻ്റെ ബ്രഷ്. ബ്ലഷിൻ്റെ ബ്രഷ് അതിൻ്റെ അല്ല, അത് കൺസീലറൊക്കെ. ഇനി നമുക്ക് എന്തായാലും ഒന്ന് പുരികവും കൂടി ഞാൻ ഒന്നും കൂടി ഷേപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നീ ചെയ്ത് റെഡി ആയില്ല. നാളെ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷനാണ്. അപ്പം അതിൻ്റെ ഗെറ്റ് റെഡി ഞാൻ ഇടുന്നതാണ് ഫ്രണ്ട്സ്. ഞാൻ രാവിലെ കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് എന്റെ ലാസ്റ്റ് ഓണം കേട്ടോ സ്കൂളില്. പിന്നെ ഫസ്റ്റ് ടൈം ആണ് കളർ ഡ്രസ് ഒക്കെ അലൗഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ പരിപാടികളുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടണോ എന്നെനിക്ക് ഒരാഗ്രഹം. പക്ഷെ ഇതിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടാൻ പറ്റുമോ എന്നെനിക്ക് ചെറിയൊരു ഭയം. പിന്നെ അവിടെ എന്തൊക്കെയോ ഇടുന്നുണ്ട്, ഒന്ന് തരാം. ഇപ്പോൾ ഞാൻ മാത്രം എന്താണ് ഇവിടെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മേക്കപ്പ് ചെയ്യലാണ്. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. മേക്കപ്പ് സെറ്റ്. അപ്പം ഇനി നമുക്ക് എന്തായാലും ഇത് ചെയ്യാം. എനിക്ക് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കണ്ണാടി വേണം. ഈ ഒരു പാലറ്റിൽ നിന്ന് നമുക്ക് ഐ ഷാഡോ ഇട്ട് വരാം. നമുക്ക് ഐ ഷാഡോ ഇടാം. അപ്പൊ ഇനി ഞാനൊന്ന് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സിൽക്ക് ഇല്ലാത്തത് കൊണ്ട് സിൽക്ക് ഉള്ളതുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് സിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കല്യാണമൊക്കെ അല്ലേ. സെറ്റ് ആയില്ലേ? ഐഷക്ക് സെറ്റ് ചെയ്യണോ? അല്ല, മറ്റേ ഞാൻ എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റുന്നതിൽ എനിക്കിത് തോന്നി ഇതാവും എൻ്റെ സ്കിൻ ടോണിന് ഒന്നും കൂടി ശരി. അതിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്കായി തോന്നുന്നുണ്ടെങ്കിലും ഇതിൽ ഭയങ്കര എൻ്റെ സ്കിൻ ടോണിന് മാച്ചുള്ള ഒരു ലൈറ്റ് കളറാണ് തോന്നുന്നത്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡാർക്കായി തോന്നും. ലൈറ്റായിട്ടുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു മേക്കപ്പ് ഞങ്ങൾക്ക് ഉപ്പ വാങ്ങി തന്നതാണ്. ഞാനേ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കുള്ള ഇത്രക്കും വലിയത്. ഇനി ഞങ്ങളുടെ ഇതിൽ സ്നേഹപ്രകടനം അത് കാണാം. ഞങ്ങൾ കുറച്ച് സ്നേഹം കൂടി പോയ ആൾക്കാരാണ്. അപ്പം പിന്നെ നമുക്ക് പലതും ചെയ്യാം. പിന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഞങ്ങളുടെ വീഡിയോയിൽ എന്തിട്ടാലും ഞങ്ങൾ അത് സ്വീകരിക്കും. പിന്നെ അത് മാത്രമല്ല, എന്ത് നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റ് ചെയ്തോളും, ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ അതിന് റിയാക്ട് വീഡിയോ കൂടെ ചെയ്യും. പക്ഷേ അതിൽ കൂടുതൽ അങ്ങനെ ഇട്ടോ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അത് എന്തായാലും സ്വീകരിക്കും. പക്ഷെ അങ്ങനെ എന്നും ഇങ്ങനെ ഇടുന്നു ഇട്ടോട്ടെ, അതൊക്കെ അവരുടെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തിടണം ഞങ്ങൾ വിളിക്കണ്ട, ഇവളെ വിളിച്ചോട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇവർ തല്ലിലോട്ട് പോകും. ഓക്കെ മതി. നീ ഐഷ കേട്ടോ. ഞാൻ ലൈറ്റായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഡാർക്കായിപ്പോയി. ഇനി ഈ മേക്കപ്പ് സെറ്റിൽ എന്തൊക്കെയാണ് നോക്കാം. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പുതപ്പിൻ്റെ അടിയിലും
ഐഷയുടെ കയ്യിലായി ഫ്രണ്ട്സ്, കുഴപ്പമില്ല. പിന്നെ ഇതിലുള്ളത് ഒരു നാച്ചുറൽ കളറൊക്കെ പോലെയാണ്. പക്ഷെ എനിക്കിതിൽ അയ്യോ അതെ ഇതിങ്ങനെ തുറക്കാൻ പറ്റിട്ട് അയ്യോ ഇങ്ങനെ വരുന്നൊരു, ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ വലുതായിരുന്നു പക്ഷെ കിട്ടി കുഞ്ഞേതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും ഐഷാഡോ ചെയ്ത് ഐലൈനർ ഇടാം. അപ്പോൾ നമുക്ക് ഇത് ബാത്റൂമിലത്തെ കണ്ണാടി പോയിട്ടാണ് ഇവിടെ കുറച്ച് ആൾക്കാർ ഐലൈനർ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നന്നായി നേരം വൈകും. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞങ്ങളോട് പറയുന്നുണ്ട് വണ്ടി വരാനായി എന്ന്. ഞങ്ങൾ പെട്ടെന്നൊന്ന് കണ്ണ് ചെയ്തിട്ടെ. ഇത് ഞങ്ങളുടെ 1 year മുമ്പുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതല്ല കേട്ടോ, ഇതിപ്പം പുതിയത് വാങ്ങിച്ചു പോകുമ്പോഴാട്ടോ വാങ്ങാറുള്ളത്. ഞങ്ങൾ കമ്മൽ ഊരി വെച്ചൊക്കെയാണ്. ഫ്രണ്ട്സിനെ കണ്ടെയ്തിട്ടെങ്കിലും ഇവിടെ മുന്നേ ഒരു ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു അൽമാര ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ട് നമ്മൾ പുതിയതാ വാങ്ങി. അപ്പോഴാ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഈ ലിപ്സ്റ്റിക് എടുത്തില്ലേ, ലിപ്സ്റ്റിക് എടുത്ത് തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ എല്ലാവരെയും കാണിച്ചു തരേ. ഇത് ഹയാടെ ലുക്ക്. ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ്. നല്ലൊരു ധാവണിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഇതാണ് ഐഷാടെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ ലുക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.